ഹിറ്റ്ലറിൻ്റെ ഹോളോകാസ്റ്റിലാണ് ഏറ്റവും ദയനീയമായി ഈ ജൂത സമൂഹത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് എല്ലാ തലങ്ങളും അദ്ദേഹം ഉപയോഗിച്ചത്. കുഞ്ഞുങ്ങളെപ്പോലും കൊന്നുകളഞ്ഞു. അവസാനം മിച്ചം വന്ന കുറച്ച് പൊടിക്കുഞ്ഞുങ്ങളെ ഇന്ന് ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്ന പലരുടെയും രാജ്യങ്ങളിൽ ചെന്നപ്പോൾ 100ഉം 50ഉം വീതം എടുത്ത് പടിയടച്ച് പിണ്ണം വെക്കുകയായിരുന്നു. അവിടെയാണ് മിഡിൽ ഈസ്റ്റിലെ ഈ സ്ട്രിപ്പിൽ ഒരിടം അവർക്ക് നൽകിയത്. പിന്നീട് ഇവർ ഏറ്റവും വലിയ ശക്തികളായി, കുറച്ചുകൂടി പറഞ്ഞാൽ ദുഷ്ടശക്തികളായി വളർന്നതോടുകൂടി ലോകത്ത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഒരു ഹരമായി മാറിയിരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്ക ഇസ്രയേൽ രാജ്യങ്ങളുടെ ഒരു കൂട്ടുകെട്ടുകളുടെ ആക്രമണം എല്ലാ കാലത്തും. ജിയോ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും യുദ്ധങ്ങളുടെ ചരിത്രവും ഒക്കെ പരിശോധിച്ചാൽ അത് വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 80 മില്യൺ ആളുകൾ മരണപ്പെട്ടതിൽ മില്യൺ കണക്കിന് കുഞ്ഞുങ്ങളെയാണ് ഈ ബോംബാക്രമണത്തിൽ ഇവർ പരസ്പരം കൊന്നൊടുക്കിയത്. ഇവരുടെ ആയുധങ്ങൾ, ഇവരുടെ ശക്തി മനുഷ്യൻ്റെ ഗുണത്തിനല്ല, മനുഷ്യൻ്റെ ഉന്മൂലനത്തിനാണ് ഏറ്റവും കൂടുതൽ ഇവരുപയോഗിച്ചിട്ടുള്ളത്. ഉഗാണ്ടയിലും അതുപോലെ ടോങ്കോയിലും ഒക്കെ അടങ്ങുന്ന എല്ലാ രാജ്യങ്ങളിലും ഇവരുണ്ടാക്കുന്ന കലാപങ്ങളിൽ, ഇവരുണ്ടാക്കുന്ന യുദ്ധങ്ങളിൽ മരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൈയും കണക്കുമില്ല. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ മനുഷ്യക്കുരുതിയോടൊപ്പം ഈ കുഞ്ഞുങ്ങളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നതിൽ ഇവർ ഏറ്റവും കൂടുതൽ ഹരം കണ്ടെത്തുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഈ ചോര കുടിക്കുന്ന യക്ഷിക്ക് പ്രത്യേകിച്ച് ആരുടെ ചോര എന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ചോര എവിടെ നിന്നാണോ കിട്ടുന്നത് അത് കുടിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമെന്ന്. ഏറ്റവും അവസാനം ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നതിൻ്റെ കണക്ക് ഏതാണ്ട് 30,000-ഓളം വരുമെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത്. അതിൻ്റെ ഇരട്ടിയോളം വരും അംഗവൈകല്യവും അനാഥത്വവും നിറഞ്ഞ കുഞ്ഞുങ്ങളെ ബാക്കിയാക്കുന്നത്. ഓരോ യുദ്ധവും കഴിയുമ്പോൾ ഇവർ നീതിക്ക് വേണ്ടിയാണ്, സമാധാനത്തിന് വേണ്ടിയാണ്, ഇവരുടെ രാജ്യത്തിൻ്റെ വലിയ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് അവകാശപ്പെടുമ്പോഴും കൊല്ലപ്പെടുന്നവരാരും ഇവരുടെ രാജ്യത്തിന് ഭീഷണിയുള്ളവരല്ല. ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത് ഇതുപോലെയുള്ള നിരപരാധികളാണ്. കഴിഞ്ഞ ദിവസവും ഇറാൻ ആക്രമിക്കുമ്പോൾ വളരെ കൃത്യമായി എല്ലാ സാങ്കേതിക വിദ്യയും ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആ രാജ്യത്തിൻ്റെ മേൽ ബോംബ് വർഷിച്ചത് പിഞ്ച് പെൺമക്കൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിലേക്കായിരുന്നു എന്നതാണ് സത്യം. അവിടെയാണ് 100 കണക്കിന് കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീണ് മരിച്ചത്. അതെ, ചരിത്രം അങ്ങനെയാണ്. ഏറ്റവും ഹീനമായ ഏത് പ്രവൃത്തിയും ഇവരുടെ രാഷ്ട്രത്തിന് വേണ്ടി, ഇവരുടെ അധികാരത്തിന് വേണ്ടി ഒക്കെ ചെയ്തു കൂട്ടുന്നതിൽ ഇവർക്കൊരു മടിയുമില്ല. ഇതിൽ ആരെങ്കിലും ജാതിയും മതവും കാണുന്നെങ്കിൽ അതിലും അർത്ഥമില്ലെന്നാണ് വെനിസ്വേലയുടെ കഥ സൂചിപ്പിക്കുന്നത്. ഇവർക്ക് വേണ്ടത് ഇവരുടെ പുതിയ കാലത്തെ അടിമക്കൂട്ടങ്ങളെയാണ്, ഇവരുടെ ചന്തകളെയാണ്, ഇവരുടെ കോളനികളെയാണ്. പണ്ടത്തെ കാലത്തെ പോലെ കീഴടക്കി കോളനിയാക്കാൻ കഴിയില്ല എന്നിരിക്കെ സ്വന്തം കളിപ്പാവകളെ വെച്ച് കോളനിയാക്കുകയും അവരെ ചൊൽപ്പടിക്ക് നിർത്തുകയും അവരുടെ വിഭവങ്ങൾ ഊറ്റിയെടുക്കുകയും അതിലൂടെ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്ന, നമ്മൾ പണ്ടൊക്കെ ചരിത്ര പുസ്തകത്തിൽ മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറയുന്നത് പോലത്തെ കാടൻ ന്യായമാണ് അധികാരവും ആയുധവും ഉള്ളവൻ ഈ ലോകത്ത് കാട്ടിക്കൂട്ടുന്നത്. എന്നിട്ടും നമ്മൾ പ്രസംഗിക്കുന്നത് ലോകത്തിൻ്റെ സമാധാനത്തെക്കുറിച്ചും വേൾഡ് ഓർഡറിനെക്കുറിച്ചും ജിയോ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചും ജിയോ പൊളിറ്റിക്കൽ സമാധാനത്തെക്കുറിച്ചും ഒക്കെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ വിധിവൈപരീത്യം. ഏതായാലും ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ലോകത്ത് അശാന്തി നിറയും എന്നല്ലാതെ ഒരിക്കലും ഇതൊന്നും ശാന്തമാവുകയില്ല, അവസാനിക്കുകയുമില്ല.